വേണ്ടി വന്നാൽ പനാമ കനാലിന് നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. കനാലിന് നിയന്ത്രണം തെറ്റായ കാര്യങ്ങളിലെത്താൻ അനുവദിക്കില്ല. പനാമയുടെ സ്വാതന്ത്ര്യം വിലപേശാനുള്ളതല്ലെന്നും കനാലിൽ ചൈനയ്ക്ക് നിയന്ത്രണമില്ലെന്നും പനാമ പ്രസിഡന്റ് പറയുകയാണ്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ ചെയ്യുന്നുണ്ട്. മധുചേട്ടാ, ഗുഡ് മോർണിംഗ്. ഇപ്പൊ ചൈന പനാമ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നു, വേണ്ടി വന്നാൽ ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് ട്രംപും പറയുന്നു. അടുത്ത ഒരു വാർമുഖത്തിന്, ഒരു പോർമുഖത്തിന് തുടക്കമാണോ? ഗുഡ് മോർണിംഗ് ആഷ്മി. ട്രംപ് ഇത്തരം കാര്യങ്ങളിൽ പ്രസ്താവനകൾ, പ്രത്യേകിച്ച് അത് വലിയ വിവാദമാകുന്നുണ്ട് ആഗോളതലത്തിൽ. ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഈ പസഫിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന പനാമ കനാൽ ശരിക്കും ഫ്രാൻസ് ഉപേക്ഷിച്ചപ്പോൾ അമേരിക്ക ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നു. 81 കിലോമീറ്റർ നീളമുള്ള ഈ കനാലിന്റെ നിയന്ത്രണം പൂർണ്ണമായും പനാമ ഗവൺമെന്റിന് അമേരിക്ക വിട്ടു നൽകിയത് 1999 ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഇപ്പോൾ ഉയർന്ന നിരക്ക് പനാമ ഗവൺമെന്റ് ഈടാക്കുന്നുവെന്നാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം. ഈ അരിസോണയിൽ ഇന്ന് തന്റെ അനുയായികളുടെ ഒരു വലിയൊരു യോഗത്തിൽ സംസാരിക്കവേ ഇത് തുടരുകയാണെങ്കിൽ പനാമ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക തിരിച്ച് ഏറ്റെടുക്കുന്ന കാര്യം പരിഗണിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് കുഴപ്പക്കാരുടെ കൈകളിൽ കനാലിന്റെ നിയന്ത്രണം വീഴുവാൻ അനുവദിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു. നേരത്തെ ആഷ്മി സൂചിപ്പിച്ചതുപോലെ ചൈനയാണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് ഇത്തരമൊരു പ്രസ്താവനയിലൂടെ. എന്നാൽ തങ്ങളുടെ രാജ്യത്തിനെ വിലപേശുവാൻ ആരെയും അനുവദിക്കില്ലെന്നാണ് ഇതിന് മറുപടിയായി പനാമ പ്രസിഡന്റ് ഹൊസെ റോൾ മൊലീനോ ഈ ട്രംപിന് മറുപടി നൽകിയിരിക്കുന്നത്. ചൈനയ്ക്ക് കനാലിന്റെ മേൽ നിയന്ത്രണമില്ലെന്നും കനാലിന്റെ നിരക്ക് വളരെ ന്യായമാണെന്നും ആരുടെയെങ്കിലും ആഗ്രഹത്തിനനുസരിച്ചല്ല ഈ നിരക്കുകളെന്നും മൊലീനോ വ്യക്തമാക്കുകയും ചെയ്തു. ട്രംപ് പറയുന്നത് നിബന്ധനകൾക്ക് വിധേയമായാണ് കനാലിന്റെ കൺട്രോൾ അന്ന് അമേരിക്ക പനാമയ്ക്ക് നൽകിയതെന്നാണ്. ധാർമ്മികവും അതുപോലെ നിയമപരമായിട്ടും ഒക്കെ കനാൽ ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ദാനം നൽകിയ കനാൽ തിരികെ എടുക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഹാഷ്മി, പിന്നീട് സമൂഹ മാധ്യമത്തിൽ ഇത് സംബന്ധിച്ച് ട്രംപിന്റെ ഒരു പോസ്റ്റിംഗ് വന്നു. ഈ കനാലിന്റെ പടത്തിന്റെ മുകളിൽ അമേരിക്കൻ പതാകയൊക്കെ പുതപ്പിച്ച ഒരു പോസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം എഴുതിയിരിക്കുന്നത് വെൽക്കം ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നാണ്. ഹാഷ്മി. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. അപ്പോൾ പനാമ കനാലിന്റെ പേരിലുള്ള അടുത്ത രാഷ്ട്രീയ യുദ്ധത്തിന് തുടക്കമിടുകയാണോ ട്രംപും അല്ലെങ്കിൽ അമേരിക്കയും ചൈനയും എന്ന കാര്യത്തിൽ ഒരു സംശയം അവിടെ നിൽക്കുന്നു. അത് ഏതറ്റം വരെ പോകുന്നു കാത്തിരുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, സമയം 7 മണി കഴിഞ്ഞ് 48 മിനിറ്റാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു ചായ കുടിച്ചിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാ ഇവിടെ ഒരു പ്രേക്ഷകൻ പറയുകയാണ്. ഹലോ ആഷ്മി, ഒന്ന് വായിക്കാമോ? അതാ വായിക്കുക. കോട്ടയം എറണാകുളം റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മരണപ്പാച്ചിലാണ് നടത്തുന്നത്. നാളെ ഒരു അപകടമുണ്ടാകുമ്പോൾ ഫ്ലാഷ് ന്യൂസ് മുന്നേ ഒരു വാർത്ത നൽകാൻ നിങ്ങൾ കഴിയുമോ? എന്തായാലും കോട്ടയം എറണാകുളം റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിനെ പറ്റി ഉറപ്പായി നമ്മൾ അന്വേഷിക്കും. അത് വേണ്ടി വന്നാൽ നമ്മൾ ഒരു വാർത്തയും കൊടുക്കും. സുലൈമാൻ അബ്ദുൽ ഖാദർ, ഹാഷ്മി, ആനയെ കാണിച്ച് പാവം കുട്ടിയെ പേടിപ്പിക്കല്ലേ? അവൻ നമ്മളെ പേടിപ്പിക്കുക. അവനൊരു പേടിയില്ല. അവനാൾ മിടുക്കൻ, അവനാൾ ജഗജില്ലിയാണ്, അവനാൾ ഗംഭീരനാണ് അവൻ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ദിനേശ് ഹരിപ്പാട് പറയുന്നു, അരുണാചൽ മലനിരകളിലൂടെ മൂടൽമഞ്ഞിനിടയിലൂടെ സൂര്യൻ എത്തി നോക്കുന്ന ദൃശ്യത്തോടൊപ്പം 24 കാണുന്നു. വിഷമിപ്പിക്കുന്ന വാർത്തകളൊന്നും ഉണ്ടാവില്ലേ എന്ന പ്രാർത്ഥനയോടെ. എല്ലാവരുടെയും പ്രാർത്ഥന അത് തന്നെ ചേട്ടാ. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും സങ്കടപ്പെടുന്ന വാർത്തകളൊന്നും ഉണ്ടാവില്ലേ എന്ന പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ട്, നമുക്കുണ്ട്.